ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ മഹത്തായ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ ഉണ്ടല്ലോ, നമ്മുടെ ആസിഫ് മുനീർ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ട്രാപ്പിലേക്ക് അകപ്പെടാൻ പോവുകയാണ്. അതിനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അതായത് നമുക്കറിയാം, ഇസ്രായേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വാർ ഇപ്പോൾ ഏകദേശം ആ, അതിന്റെ കാഠിന്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അവിടെ സമാധാനം പുലർത്താൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ സമാധാന ചർച്ചകളൊക്കെ നടന്നു. ആ സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ട് ഇസ്രായേലിലെ ഒരു 20 പോയിന്റ് പീസ് പ്ലാനൊക്കെ ട്രംപ് മുന്നോട്ട് വെക്കുകയും അത് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ട്, അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് അവിടെ എങ്ങനെ സമാധാനം പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇപ്പോഴും ഇസ്രായേൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവിടെ പോയി ബോംബിങ്ങും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മിലിറ്ററി അറ്റാക്കുകളൊക്കെ നടത്തുകയും അവർക്ക് കൊല്ലണമെന്ന് തോന്നുന്ന മിലിറ്ററി അവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹമാസിന്റെ ലീഡേഴ്സ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഓപ്പറേറ്റീവ്സ് ആയാലും അതുപോലെ തന്നെ സിവിലിയൻ പോപ്പുലേഷന്റെ മുകളിലൊക്കെ തന്നെ ഇപ്പോഴും ബോംബിംഗ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും സമാധാന ഒരു പീസ് പ്ലാൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഒട്ടുമിക്ക പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളെയൊക്കെ തന്നെയാണ് ഇതിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ പാകിസ്ഥാനെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മുതൽ ട്രംപ് പാകിസ്ഥാനെ കൂടുതൽ പ്രീണിപ്പിക്കുന്ന ഒരു നയം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്ന് മുതലേ നമുക്കറിയാം, ശരിക്കും ജിയോ പൊളിറ്റിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് അത് കണ്ടിട്ട് പ്രത്യേകിച്ച് നമ്മൾ അതിനകത്തിൽ ആശങ്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടെൻഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവില്ല. കാരണം ഇത് പാകിസ്ഥാനെ അവർ കൂടുതൽ പ്രീണിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ അതിലേക്ക് ഈ പഴയ നഷ്ടപ്പെട്ട ഒരു ബന്ധം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ പുതുക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ കൊണ്ട് പുതിയ എന്തോ ഒരു ഉപയോഗം അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ ഇസ്രായേലിനും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു സൈനിക അല്ലെങ്കിൽ പ്രതിരോധ കരാറുകൾ നിലവിൽ വരികയും, അപ്പോൾ അവർ പരസ്പരം ആരെ പാകിസ്ഥാന് ഈ സൗദിയും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അത് സൗദിക്കെതിരെയുള്ള അറ്റാക്കായിട്ട് കണക്കാക്കി സൗദി പാകിസ്ഥാന്റെ സൈഡിൽ വന്നിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക. അതിൽ തിരിച്ച് സൗദിയെ ഇപ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ അതും ഇറാൻ പാകിസ്ഥാൻ, കാരണം അങ്ങനെ അതല്ല, ഈ പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ സൈനികപരമായിട്ടുള്ള ഈ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പൊതുവെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഏതായാലും സൗദി പാകിസ്ഥാൻ കരാറിലൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ സൗദി ഒരിക്കലും പാകിസ്ഥാന്റെ കൂടെ നിന്നിട്ട് ഇന്ത്യക്കെതിരെ സൈനികപരമായിട്ടുള്ള നടപടികളൊന്നും കൈക്കൊള്ളത്തില്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ ആസിഫ് മുനീർ ഇന്ന് വലിയൊരു ട്രാപ്പിലാകപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ വലിയൊരു ട്രാപ്പിലാകപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ പീസ് പ്ലാനകത്തിൽ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനകത്തിൽ പാകിസ്ഥാനുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും കടുംപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ പറഞ്ഞ ഗാസയിലൊക്കെ അവരുടെ സോൾജിയേഴ്സിനെ അല്ലെങ്കിൽ ഈ സൈനികരെ അയക്കണം എന്നുള്ളതാണ്. ഏകദേശം 10-20,000-ഓളം സൈനികരെ ഗാസയിലേക്ക് ഈ ട്രാൻസിഷൻ, അതായത് യുദ്ധത്തിൽ നിന്നും സമാധാനത്തിലേക്ക് വരുന്ന ഒരു പരിണാമഘട്ടം ഉണ്ടല്ലോ, ഈ പരിണാമഘട്ടം അല്ലെങ്കിൽ ഈ പവർ ട്രാൻസിഷനൊക്കെ സ്മൂത്ത് ആക്കുവാൻ വേണ്ടിയും പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പാകിസ്ഥാന്റെ സൈനികരെ ഗാസയിലേക്ക് അയക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു ഉള്ളടക്കം. അപ്പോൾ ഇതിനകത്ത് രണ്ട് വിഷയമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനി ലീഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞ അമേരിക്കയിൽ നിന്നായാലും ചൈനയിൽ നിന്നായാലും സൗദിയിൽ നിന്നായാലും അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് പരിപാടിക്കും തയ്യാറാണ്. രാജ്യത്തിന്റെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാവും എന്നുള്ളതൊന്നും അവർക്കൊരു വിഷയമല്ല. അപ്പോൾ ഇവിടെ മറ്റ് ഇതിനു മുമ്പുള്ള പാകിസ്ഥാനി ലീഡേഴ്സിനെ ഒക്കെ പോലെ തന്നെ ആസിഫ് മുനീറും ഈ ഒരു നയം അല്ലെങ്കിൽ ഈ ഒരു തന്ത്രം തന്നെയാണ് പിന്നെ പിന്തുടരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹം പാകിസ്ഥാനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വലിയ ട്രാപ്പിലാണ്. അതുവഴി അദ്ദേഹവും, കാരണം ഇത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെ പണക്കേണ്ടി വരും. ട്രംപിനെ പണി കഴിഞ്ഞാൽ നമുക്കറിയാം ട്രംപ് ഏത് രീതിയിലുള്ള മറുപണി
പണിയാൻ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പം ഏകദേശം പാകിസ്ഥാന് വേണ്ട സഹായങ്ങളും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് ഇപ്പോൾ ഒന്ന് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ടോട്ടലി അത് ട്രംപ് റിവേഴ്സ് അടിക്കാനുള്ള സാധ്യത, ആസിഫ് മുനീർ നോ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ ഗാസയിലേക്ക് ട്രൂപ്സിനെ വിടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് മുനീറിൻ്റെ പണി അവിടെ കൊണ്ട് തീരുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതിനുവേണ്ടി ആസിഫ് മുനീർ അല്ലെങ്കിൽ പാകിസ്ഥാൻ തയ്യാറാകുകയാണെങ്കിൽ, പാകിസ്ഥാൻ മീൻസ് ആസിഫ് മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാനി മിലിറ്ററി ഗവൺമെൻറ് തയ്യാറാകുകയാണെങ്കിൽ ആഭ്യന്തരമായിട്ട് ഉണ്ടാകാൻ പോകുന്ന വലിയ കലഹങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കപ്പുറമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്ന ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഒഫീഷ്യലായിട്ട് ഇതുവരെ പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേൽ നിലവിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ രാജ്യമായിട്ട് വന്നതിന് ശേഷം ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരിക്കലും ജൂയിഷ് സ്റ്റേറ്റിനെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവർ തമ്മിൽ പ്രത്യക്ഷമായിട്ട് ബയലാറ്ററൽ റിലേഷൻസ് ഒന്നുമില്ല, ഒഫീഷ്യൽ റിലേഷൻസ് ഒന്നുമില്ല, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നുമില്ല. പാകിസ്ഥാന്റെ പാസ്പോർട്ടിൽ തന്നെ ഈ പാസ്പോർട്ട് ജൂയിഷ് സ്റ്റേറ്റുള്ള ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ കഴിയത്തില്ല എന്ന് കൃത്യമായിട്ട് അതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ ആസിഫ് മുനീർ, പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ട് സ്വയം അവരോധിക്കപ്പെട്ട ആസിഫ് മുനീർ ഇപ്പോൾ ഒരു അടുത്ത കുറേ മാസങ്ങൾക്കുള്ളിൽ വാഷിങ്ടൺ അല്ലെങ്കിൽ അമേരിക്ക വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അന്നേരം ഈ ട്രംപിൻ്റെ 20 പോയിന്റ് പീസ് പ്ലാന്, ഗാസയിലുള്ള പീസ് പ്ലാന്, അത് നമ്മൾ പറഞ്ഞ ഓൾറെഡി യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചാണ്. അപ്പോൾ അതിന് പാകിസ്ഥാൻ്റെ ഈ പറഞ്ഞ ലീഡർ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ടീഷണാലിറ്റീസ് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ആ വ്യക്തിക്കും. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന പൊളിറ്റിക്സ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് അല്ല. അവിടെ ഭരണത്തിലിരിക്കുന്ന സിവിലിയൻ ലീഡറൊക്കെ ആയാലും മിലിറ്ററി ലീഡറൊക്കെ ആയാലും ഏത് സമയവും ഏത് രീതിയിലുള്ള പണിയും ലഭിക്കാമെന്നുള്ളത് നമുക്ക് അവരുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നത്. സിയാഉൾ ഹക്ക്, മുഷറഫ്, ഇതുപോലുള്ള ലീഡേഴ്സിൻ്റെ ഒക്കെ തന്നെ, സുൽഫിക്കർ അലി ഭൂട്ടോ, അപ്പം ഇങ്ങനെയുള്ള പല ലീഡേഴ്സിൻ്റെയും മിലിറ്ററി ലീഡേഴ്സിൻ്റെയും സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയൊക്കെ അവസ്ഥകൾ, ഇമ്രാൻഖാൻ, ലേറ്റസ്റ്റ് ആയുള്ള ഇമ്രാൻഖാൻ്റെ അവസ്ഥ, ബനസീർ ഭൂട്ടോയുടെ അവസ്ഥ, അപ്പോൾ ഇങ്ങനെ വളരെ വോളറ്റലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആയതുകൊണ്ട്, അവിടെ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ആർക്കും എന്തും ഏത് സമയത്തും സംഭവിക്കാം എന്നുള്ളൊരു അവസ്ഥയും കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആസിഫ് മുനീറിൻ്റെ കാര്യവും പിന്നെ കട്ടപ്പുകയാകാൻ വലിയ കാലതാമസമൊന്നുമില്ല എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിന് പ്രതിരോധിച്ച് നിൽക്കുന്ന, ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുന്ന ഏത് മിഡിൽ ഈസ്റ്റിലെ എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിന് ചുറ്റുമുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എല്ലാം നിർവീര്യമാക്കുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക, അവരെ ഡിവൈഡ് ചെയ്ത് ബാൾക്കനൈസ് ചെയ്ത് വ്യത്യസ്ത ചെറിയ ചെറിയ രാജ്യങ്ങളാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പദ്ധതിയിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും അതിന് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ഇസ്രായേൽ ഗ്രാജ്വലി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കറിയാം നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള എന്താണ് ഒരു ഡീസ്റ്റെബിലൈസേഷൻ പ്രോസസ്സാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിലും പാകിസ്ഥാനിലും അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇസ്രായേലിനെ ഒഫീഷ്യലായിട്ട് ഇതുവരെ അംഗീകരിക്കാത്ത ഒരു രാജ്യം എന്ന രീതിയിൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ഇത് ഇസ്രായേൽ അവരുടെ ശത്രു രാജ്യമാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട്. അത് പാകിസ്ഥാൻ ഉണ്ടായ കാലഘട്ടം മുതൽ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ തന്നെയൊക്കെ ആയിരുന്നല്ലോ. 1948 തോന്നുന്നു ഇസ്രായേൽ ഉണ്ടായെന്ന് തോന്നുന്നു, ഇസ്രായേൽ രാജ്യമായിട്ട് രൂപീകരിക്കപ്പെട്ടത്. നമ്മൾ അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ രൂപീകൃതമായി. അന്ന് മുതലേ ജൂയിഷ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റിനെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ മനസ്സിൽ ജൂയിഷ് സ്റ്റേറ്റായിട്ടുള്ള ഇസ്രായേൽ അവരുടെ ശത്രു രാജ്യമാണ് എന്നുള്ള ഉറച്ച ആ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസും അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഒരു ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഇങ്ങനെ ഒരു ലീഡർ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ഒരു
പിന്നെ പ്രോക്സി ആയിട്ട് അവിടെ പോയിട്ട് ഹമാസിനെതിരെ നിലകൊള്ളുക എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തരമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഊഹിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. അവിടെ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏത് പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ ശ്രീലങ്കയിൽ പോയി ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ LTTയുമായിട്ടും ഒക്കെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ നമ്മൾ ഏർപ്പെട്ടതാണ്. അതിനുശേഷം നമുക്ക് ആഭ്യന്തരമായിട്ട് അത് ഉണ്ടാക്കി വെച്ച പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം പീസ് കീപ്പിങ്ങിന് പോകുന്ന എല്ലാ രാജ്യങ്ങളും ആ പോകുന്ന രാജ്യത്ത് ഏത് തരത്തിലുള്ള വിഷയങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെക്കോർഡ്സ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതിനല്ല പാകിസ്ഥാൻ പിന്നെ ഇതുവരെ പാലസ്തീന് വേണ്ടി നിന്ന ഒരു രാജ്യമാണ്, അല്ലെ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിന്നെ വോയിസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്, മുസ്ലിം രാജ്യമാണ്. ഹമാസിനോട് പ്രത്യക്ഷമായുള്ള എതിർപ്പുകളൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിനെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാന്റെ ലീഡേഴ്സൊക്കെ തന്നെ. അപ്പം ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അമേരിക്കയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ സൈനികരെ ഈ ഗാസയിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഗാസയിൽ ചെന്നതിന് ശേഷം അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഇത് ഏറ്റവും കൂടുതൽ കോൺസിക്വൻസ് ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഏത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇത് കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴൊന്നും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ട്രംപും ഇസ്രായേലിൻ്റെ നെതന്യാഹുവും കൂടെ കൃത്യമായിട്ട് പാകിസ്ഥാനെ കൊണ്ട് ട്രാപ്പ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഇല്ല ഈ ചെകുത്താനും കടലിനും ഇടയിൽ എന്നുള്ളൊരവസ്ഥയായിപ്പോയി. കാരണം ഇസ്രായേൽ അമേരിക്കൻ ആക്സിസിനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല. വെറുപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടാനുള്ളത്. ഇനിയും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആസിഫ് മുനീർ ട്രൂപ്പിനെ ഗ്യാസയിലേക്ക് അയക്കുകയാണെങ്കിൽ ഹമാസിനെതിരെ നില നില ഹമാസിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിന്നെ പാകിസ്ഥാനി ട്രൂപ്സ് അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തരമായിട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, ടർക്കി, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള പിന്നെ എതിർപ്പും അതുപോലെ തന്നെ അവരുടെ ശത്രുതയൊക്കെ ഒരുപക്ഷെ പാകിസ്ഥാനെ, കാരണം ഇപ്പം പാകിസ്ഥാനും ടർക്കിയും തമ്മിൽ നല്ല ബന്ധങ്ങളാണല്ലോ. അപ്പോൾ ടർക്കിക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല, ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലേക്കൊന്നും ടർക്കിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതല്ല, ഹമാസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഹമാസിനെ, കാരണം ഇവിടെ ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നാൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട് ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2-3 വർഷക്കാലത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിൻ്റെ എക്കോണമിയും ഇസ്രായേലിൻ്റെ ഡിഫൻസ്, കാരണം നമുക്കറിയാം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഏത് രാജ്യവും നിരന്തരമായിട്ട് ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ എക്സോസ്റ്റ് ആകും. എക്സോസ്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ അവരുടെ റിസോഴ്സ് ഒക്കെ ഇല്ലേ നമ്മൾ പറയുന്ന രീതിയിൽ നിന്ന് നമുക്ക്, കാരണം ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഒന്നും ഇല്ലേ റിസോഴ്സ്. ഇപ്പോൾ അമേരിക്ക ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും യൂറോപ്പ്, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും റിസോഴ്സിൻ്റെ ഒഴുക്ക് കണ്ടിന്യൂസ് ഉണ്ടാകത്തില്ല. അത് തന്നെയല്ല, ഈ വാർ ടോൺ എന്ന് പറയുന്ന യുദ്ധം ചെയ്ത് ക്ഷീണിതരായിട്ടുള്ള അവശരായിട്ടുള്ള, കാരണം മാൻ പവർ ലോസ് ആകും, സോൾജേഴ്സിനെ ലോസ് ആകും, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു പക്ഷേ ആ രാജ്യത്തിന് മുമ്പോട്ട് ഈ യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് സുപ്പീരിയോറിറ്റി ഉള്ളതെങ്കിൽ തന്നെയും ഈ 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ അവർക്ക് ഒരു എക്സോഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും ഏത് രാജ്യത്തിനും. ഇപ്പോൾ റഷ്യക്കുണ്ട്, യുക്രൈനുണ്ട്, അതുപോലെ എല്ലാ രാജ്യത്തിനുണ്ട്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുപോലെ 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൺ അഗൈൻ ഓഫ് അഗൈൻ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ പോലെ രാജ്യത്തിനും അതിൻ്റെ ഒരു എന്താ പറയുക നമുക്കൊരു ദൗർബല്യം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക്, കാരണം ഈ വാർ മെറ്റീരിയൽസ് കിട്ടാനും അല്ലെങ്കിൽ പിന്നെ ഈ സോൾജിയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെയുള്ള വിഷയങ്ങൾ, അത് ഡൊമസ്റ്റിക്കാർ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ യുദ്ധമുഖത്ത് പോയി സോൾജിയേഴ്സ് പിന്നെ കൊല്ലപ്പെടുന്ന എണ്ണം കൂടി വരികയാണെങ്കിൽ അത് ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഒത്തിരി ഡയമെൻഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഒരു പീസ് പ്ലാൻ ഉണ്ടാക്കി, സീസ് ഫയർ ഉണ്ടാക്കിയിട്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുക. കാരണം ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ട, അതിന് പകരം കുറേ ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള അവരുടെ പ്രോക്സീസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് സോൾജിയേഴ്സിനെ ഇട്ടിട്ട് അവിടുത്തെ പീസ് പ്ലാൻ എന്ന വ്യാജേന ഹമാസിനെ എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അണിനിരത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ
രാജ്യമായിട്ടാണ് പാകിസ്ഥാനെ അവരിപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ട്രംപാണ് ഇതിൻ്റെ ഈ ബോർഡ് ഓഫ് പീസിൻ്റെ ഏഹ്, അധ്യക്ഷൻ, അല്ലെങ്കിൽ അതിനെ നേതൃത്വം നൽകുന്ന ട്രംപാണ്. ട്രംപിന്റെ മരുമകനായിട്ടുള്ള ജേഡ് കുഷ്ണർ, അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫ്, ഇവരെല്ലാം തന്നെ ഈ ഗ്രൂപ്പിനകത്തിലുണ്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ്രായേലിലാണ്. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഇത്രയും നാൾ ഒഫീഷ്യലായിട്ട് പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ കമാൻഡ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഇസ്രായേലിൽ നിന്നായിരിക്കും. അപ്പോൾ ഒരു 2 സ്റ്റാർ US ജനറലാണ് ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ, ഗ്യാസ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ പാകിസ്ഥാന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ടോണി ബ്ലെയറിന്റെ ഒരു ഭാഗമാകുന്ന ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോണി ബ്ലെയർ ഇതിനകത്തിൽ ഇപ്പോൾ ഈ ബോർഡ് ഓഫീസിനകത്തില്ല. അതുപോലെ തന്നെ ഈ അമേരിക്കയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നെങ്കിലും അമേരിക്കയുടെ ട്രൂപ്സ് ഒന്നും ഇതിനകത്തിൽ ഉണ്ടായിരിക്കത്തില്ല. ഇസ്രായേലിലെ ട്രൂപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കുറവാണ്. ഈ പറഞ്ഞ ഈ പപ്പറ്റായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളുടെ സൈനികരെ അവിടെ വിന്യസിച്ചിട്ട് അവരെ മുസ്ലിമിനെ കൊണ്ട് മുസ്ലിമിനെ നേരിടുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇപ്പോൾ അവരവിടെ ഉപയോഗിക്കാൻ പോകുന്നത്, അമേരിക്ക, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഖത്തറിൽ ഇതിൻ്റെ ഈ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ. ഈ ഗാസയിൽ ഈ പറഞ്ഞ ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ, അതായത് ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആക്കുവാൻ വേണ്ടി എന്നുള്ള ആ ഒരു പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. പീസ് കീപ്പിംഗ് ഫോഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം, അവർ പീസ് അവിടെ നമുക്കറിയാം, ഫോഴ്സിന്റെ ലക്ഷ്യം പീസ് അല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സൈനികരുടെ അല്ലെങ്കിൽ സേനയുടെ പ്രതിരോധ ആ, പ്രതിരോധ എന്താ പറയുന്നത്, മിലിറ്ററി ഫോഴ്സിന്റെ ലക്ഷ്യം പീസ് അല്ലല്ലോ തീർച്ചയായിട്ടും. യൂണിഫോമിൽ ഗണ്ണും പിടിച്ച് നിൽക്കുന്ന മിലിറ്ററി പേഴ്സണൽ എങ്ങനെയാണ് പീസ് പിന്നെ എൻഷർ ചെയ്യുന്നത്? ഇപ്പൊ അവിടെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ഫയറിങ്ങോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് തിരിച്ച് അവർക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഗ്രൗണ്ടിലുള്ള ഫോഴ്സുകൾ ആരാണ്? പാകിസ്ഥാന്റെയും അല്ലെങ്കിൽ അതുപോലുള്ള ഈജിപ്റ്റ് ഇതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ സൈനികരായിരിക്കും. അപ്പോൾ അവരിതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പാലസ്തീന് വേണ്ടി ആണല്ലോ ഹമാസ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ പാലസ്തീന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യങ്ങളുടെ സൈനികര് പാലസ്തീന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഹമാസിനെതിരെ അവർക്ക് അണിനിരക്കേണ്ടി വരും. അവർക്ക് ഹമാസിനെതിരെ വെടിയുതിർക്കേണ്ടി വരും. അപ്പോൾ അത് പാകിസ്ഥാന്റെ പക്കൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ സൈനികർ ഉണ്ടാകാനുള്ള സാധ്യത. ഏതാണ്ട് 10-20,000-ഓളം സൈനികർ പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ട്രംപും ഇസ്രായേലും ഒക്കെ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ ഗാസയെക്കുറിച്ചുള്ള ഖത്തറിൽ നടന്ന മീറ്റിങ്ങിൽ പങ്കെടുത്ത ആൾക്കാർ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പാകിസ്ഥാനുണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, ഖത്തറുണ്ട്, ജോർദൻ ഉണ്ട്, UAE ഉണ്ട്, ഇറ്റലി ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, UK ഉണ്ട്, അസർബൈജാൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും UKയുടെയും ഒന്നും തന്നെ ഫോഴ്സ് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അമേരിക്കയുടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ടർക്കി അവർ വിളിച്ചില്ല. ടർക്കി ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ടർക്കി അവിടെ വിളിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടർക്കിക്കനകത്തിൽ നല്ല മുറുമുറുപ്പ്, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പോൾ പാകിസ്ഥാൻ അവിടെ പോയിട്ട് ഈ പറഞ്ഞ ഹമാസിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള തീർച്ചയായിട്ടും അവിടെ യുദ്ധം ഉണ്ടാകും. കാരണം ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ അണിനിരത്താൻ പോകുന്നത്. എന്നിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ തന്നെ കരക്കിരുന്ന് ഇല്ല, നമ്മളെ കൈ നനയാതെ മീൻ പിടിക്കാമെന്നുള്ള ആ ഒരു തന്ത്രമാണ് അവിടെ പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുസ്ലിം കൺട്രീസിനെയൊക്കെ അവിടെ ഇതിനകത്തിലേക്ക്, ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരുടെ ജിയോ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് മെനഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുക എന്ന ഒരു ലോങ് ടേം വിഷൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ സീസ് ഫയറും അതിനുശേഷം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഇത് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നത് പാകിസ്ഥാന്റെ ലീഡർക്കും ആയിരിക്കും, പാകിസ്ഥാനും ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പാകിസ്ഥാനും ഇസ്രായേലും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. കാരണം അവര് ഹിസ്റ്റോറിക്കലി അവരെ ഒഫീഷ്യലായിട്ട് പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. 48-ൽ ഇസ്രായേൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഈ ജൂയിഷ് സ്റ്റേറ്റിനെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ പാകിസ്ഥാനെ അല്ല, ഇസ്രായേലിനെ അംഗീകരിക്കാത്ത വളരെ ചുരുക്കം രാജ്യങ്ങളിൽ ഒരു രാജ്യം പാകിസ്ഥാനാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നും പാകിസ്ഥാനും ഇസ്രായേലും തമ്മിലില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലവിലെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അവിടെ പോയിട്ട് ഇസ്രായേലിന് വേണ്ടി ഹമാസിനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, പാകിസ്ഥാന്റെ ഭരണകൂടത്തിനെതിരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ
പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പിന്നെ കാര്യത്തിന് എന്താണ് പറയുന്നത്, യെസ് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് പാകിസ്ഥാൻ ലീഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പൈസ മതി, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിനും അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി സ്റ്റേറ്റ് മുമ്പോട്ട് എങ്ങനെയും തള്ളി നീക്കുന്നു പോകാന്നുള്ള ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അവർക്ക് അമേരിക്ക, UAE, സൗദി, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളെ, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളെ പ്രീതിപ്പെടുത്തി എങ്ങനെയും കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു. കാരണം ഒരു മുസ്ലിം രാജ്യം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ ഇസ്രായേലിനെതിരെ അണിനിരക്കരുത്. അപ്പോൾ അതിനുള്ള എല്ലാ പരിപാടികളും ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്ത് ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ ബാൾക്കനൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ എത്നിസിറ്റിയുടെ പേരിലും അതുപോലെ തന്നെ ഈ സുന്നി ഷിയ ഡിവൈഡിന്റെ പേരിലും ഒക്കെ തന്നെ ഈ രാജ്യങ്ങളെ ഡിവൈഡ് ചെയ്ത് ചെറു രാജ്യങ്ങളാക്കിയിട്ട് അവിടെ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു എന്താ പറയുന്നത് മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു മേജർ പ്രോജക്റ്റ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് പണ്ട് ഈ ക്യാമ്പ് ഡേവിഡ്, ഓസ്ലോ അക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ജോർദാൻ, ഈജിപ്റ്റ് ഇതുപോലുള്ള രാജ്യങ്ങളെ ഇസ്രായേലിൻ്റെ പക്ഷത്ത് ആക്കുവാൻ സാധിച്ചു. ഇപ്പോൾ ഈ എബ്രഹാം അക്കോർഡ് വന്നതോടുകൂടി UAE, മൊറോക്കോ, ബഹ്റിൻ, ഈ സുഡാൻ ഇതുപോലുള്ള രാജ്യങ്ങളെ ഒക്കെ തന്നെ ഇസ്രായേൽ തീർച്ചയായിട്ടും ഈ ഒരു പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സൗദി എബ്രഹാം അക്കോർഡിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പാകിസ്ഥാനും അതുപോലെ തന്നെ ഉള്ള ചില രാജ്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഈ അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മുസ്ലിം രാജ്യങ്ങളെ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രാപ്പിൽ അകപ്പെടുത്തി അവരെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ബാൾക്കനൈസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പാകിസ്ഥാനും ഈ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റിന് പുറത്തുള്ള രാജ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കാരണം പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാകിസ്ഥാനിൽ ഇപ്പോഴും കാണുന്ന ഒരു കാരണം പാകിസ്ഥാൻ സ്റ്റേബിൾ അല്ലല്ലോ. ഒരു മുസ്ലിം രാജ്യം എന്ന രീതിയിൽ പാകിസ്ഥാൻ സ്റ്റേബിൾ അല്ല, അഫ്ഗാനിസ്ഥാൻ സ്റ്റേബിൾ അല്ല, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും സ്റ്റേബിൾ അല്ല, ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ നിൽക്കുന്ന ഒരു രാജ്യങ്ങളും സ്റ്റേബിൾ അല്ല. ഇപ്പോൾ UAE, ബഹ്റിൻ, ഖത്തർ, ഈവൻ സൗദി അറേബ്യ ഇവരൊക്കെ തന്നെ അമേരിക്കൻ ഓർബിറ്റിലുള്ള ഇൻഫ്ലുവൻസിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കാത്ത രാജ്യങ്ങളായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെ ഒന്നും ഇതുവരെ ഡീസ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി ഒന്നും ഇതുവരെ ടച്ച് ചെയ്യാത്തത്. എന്നാലും നമുക്കറിയാം സൗദിക്കും UAEക്കും ഒക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ഇൻഡിക്കേഷൻ കൊടുത്തിരുന്നു. നമുക്ക് ഹൂത്തികളുടെ മിസൈൽ സൗദിയിലും UAEയിലും ഒക്കെ വന്ന് വധിക്കുന്നൊരു കാഴ്ച നമുക്ക് കണ്ടാണ്. അപ്പോൾ അതൊക്കെ അവരെ സംബന്ധിച്ചൊരു റിമൈൻഡറാണ്. അപ്പം UAE അബ്രഹാം അക്കോർഡിലേക്ക് അങ്ങനെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു, പക്ഷേ സൗദി ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ള പദ്ധതികൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വളരെ സമീപ ഭാവിയിൽ തന്നെ സൗദി അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് പാകിസ്ഥാന് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും പാകിസ്ഥാന് രണ്ട് രീതിയിലായാലും പണി കിട്ടും. അപ്പോൾ ആസിഫ് മുനീറും വലിയ എന്താണ് പറയുന്നത് ഒരു പ്രതിസന്ധിയിൽ ചെന്ന് ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ട്രംപിനോട് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കാരണം നമുക്കറിയാം താലിബാനുമായിട്ടുള്ള വിഷയങ്ങൾ വളരെ രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. ടെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടെറർ ജിഹാദി ഗ്രൂപ്പാണ്. അത് പാകിസ്ഥാൻ്റെ സ്റ്റേറ്റിനോട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനല്ല, ഡൊമസ്റ്റിക് പോപ്പുലേഷൻ മുഴുവൻ ഇസ്രായേലിനെതിരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനോട് കൈകോർത്തുകൊണ്ട് ഹമാസിനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഒരുപക്ഷെ സിവിൽ വാർ ആണല്ലോ ഇപ്പം തന്നെ പാകിസ്ഥാനിലോ, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത് പാകിസ്ഥാനെ വലിയൊരു ട്രാപ്പിലേക്ക് ട്രംപും നെതന്യാഹുവും അല്ലെങ്കിൽ അമേരിക്ക, ഇസ്രായേൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ്, കാരണം ഈ ട്രംപ് ഈ അടുത്ത സമയത്ത് പാകിസ്ഥാനോട് വലിയ ഈ അടുപ്പമൊക്കെ കാണിക്കുകയും ആസിഫ് മുനീറിനെ റെഡ് കാർപ്പറ്റ് കൊടുത്ത് വൈറ്റ് ഹൗസിൽ വിളിക്കുകയും ലഞ്ച് കൊടുക്കുകയും ഡിന്നർ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴും പാകിസ്ഥാൻ്റെ F-16 അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സഹായങ്ങൾ കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും
ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളെപ്പോഴും അങ്ങനെ ചാടിക്കറി ഒരിടത്ത് ഒരു കമൻറ്റ് പറയുകയോ അഭിപ്രായം പറയുകയോ പ്രസ്താവന പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്നും നമ്മൾ എന്താണ് പറയുന്നത് റെസ്പോണ്ട് ചെയ്യുകയോ റിയാക്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇരിക്കുന്നതല്ല. കാരണം നമുക്കറിയാം ഇതൊക്കെ ഒരുപക്ഷെ ഏത് ഒരു ജിയോ പൊളിറ്റിക്സിലേക്ക് ചെന്നെത്തുന്നതായിരിക്കാം. കാരണം ഇന്ത്യ ഇസ്രായേൽ തമ്മിലുള്ള റിലേഷൻ വളരെ സ്ട്രോങ് ആണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം താമസിയാതെ ഇന്ത്യ ഇസ്രായേൽ തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ഒരു സ്വതന്ത്ര വ്യാപാര കരാറും ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇന്ത്യയോടുള്ള റിലേഷൻ, അതുപോലെ ഇന്ത്യക്ക് ഇസ്രായേലുള്ള റിലേഷൻ വെച്ചിട്ട് തീർച്ചയായിട്ടും എന്തായാലും അതിന് വിരുദ്ധമായിട്ട് പാകിസ്ഥാൻ നിലപാടെടുക്കുവാൻ ഇസ്രായേൽ സമ്മതിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ പിന്നെ ബയലാറ്ററൽ റിലേഷൻസിൻ്റെ കാര്യമാണ്, ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഇത് വലിയൊരു ട്രാപ്പിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒരു ലോങ് ടേം പ്ലാനിൻ്റെ ഒരു ലോങ് ടേം പ്ലാനാണ്. ഒരു പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ടായിരിക്കാം തൽക്കാലം പാകിസ്ഥാനോടുള്ള ഈ പ്രീണനവും അല്ലെങ്കിൽ ഈ അടുപ്പവും ഒക്കെ ട്രംപും അമേരിക്കയും കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇനിയും അത് നമുക്ക് ലഭ്യമാണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്തരം 12 വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.